അസ്സാം വലൈക്കും. വെൽക്കം ടു ലുലു സ്പൈസി കുക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഈസി പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. ആപ്പിൾ കസ്റ്റാർഡ് പുഡിംഗ്. ഇത് പാലിൻ്റെ കൂടെ കസ്റ്റാർഡ് പൗഡറും ആപ്പിളൊക്കെ ചേർത്തുണ്ടാക്കുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ വീടുകളിൽ ഗസ്റ്റൊക്കെ വന്നാൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ടേസ്റ്റി പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈസി പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി നമുക്ക് ഫസ്റ്റിൽ ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. അതിനായി ഒരു ബൗളിലേക്ക് 10 ഗ്രാമോളം ചൈന ഗ്രാസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് 10 ഗ്രാം ചൈന ഗ്രാസിന് 1 ഗ്ലാസ് വെള്ളം മതിയാവും. 15-20 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞു. ചൈന ഗ്രാസ് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് പുഡിംഗ് മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിനെ ചൂടായ പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒഴിച്ചെടുത്ത ശേഷം മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പം 1/2 കപ്പ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒത്ത മധുരം ഉണ്ടാവും. കൂടുതൽ മധുരം ആവശ്യമുള്ള ആൾക്കാർ ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടുതലായിട്ട് ചേർത്താൽ മതിയാവും. ഇതേ സമയം 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കാം. കസ്റ്റാർഡ് പൗഡറിൻ്റെ ഈ ടേസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇതേപോലെ ചേർക്കാം. അല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താലും മതിയാവും. നന്നായി ഇളക്കി കൊടുക്കുക. ശേഷം ഫ്ലെയിം ഒന്ന് സിമ്മാക്കിയ ശേഷം ഇതേപോലെ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റാക്കി എടുക്കുക. ഇപ്പോൾ സോക്ക് ചെയ്ത് അതേ വെള്ളം തന്നെയാണ് ഞാൻ വെച്ചിട്ടില്ല. കൂടുതൽ വെള്ളമൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇത് പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ചൈന ഗ്രാസ് നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതേ സമയം കസ്റ്റാർഡ് പൗഡർ ഒന്ന് കലക്കിയെടുക്കാം. 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിൽ ഞാൻ കുറച്ച് പാലൊഴിച്ച് നന്നായി ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ചൂടായ പാലിലേക്ക് മെല്ലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം കസ്റ്റാർഡ് പെട്ടെന്ന് സെറ്റായി കിട്ടും. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് തിക്കായി വരുന്ന ആ ഫോമിൽ മെൽറ്റായ ചൈന ഗ്രാസും കൂടി ഒന്ന് ആഡ് ചെയ്യാം. ഈ സമയം നന്നായി ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ സെറ്റായി കിട്ടും. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പാല് നന്നായി തിക്കായി വന്ന് പുഡിംഗ് മിക്സ് റെഡിയാണ്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ശേഷം ഇതേപോലെ കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ പുഡിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറേ ചേർത്തിട്ടുള്ളൂ. കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി അധികം ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആപ്പിൾ കട്ട് ചെയ്തതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഒരു മീഡിയം സൈസിലുള്ള ഒരു ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുഴുവനായിട്ട് ഇങ്ങനെ സ്പ്രെഡായി വിതറി കൊടുക്കാം. ഇതേപോലെ കറുത്ത കസ്കസ് ഇതേപോലെ മേലെ ഇങ്ങനെ വിതറി കൊടുക്കുക. കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ആൽമണ്ട്സും കൂടി ചേർക്കാം. ഞാനിപ്പോൾ നീളത്തിലൊരിഞ്ഞ ആൽമണ്ട്സ് മേലെ ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് ഒന്ന് സെറ്റായ ശേഷം ഒരു 4.5 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ശരിക്കും ഒരു 4.5 മണിക്കൂർ കഴിഞ്ഞ് ഞാനിപ്പോൾ പുഡിങ് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പെർഫെക്റ്റ് സെറ്റായി വന്നിട്ടുണ്ട്. ആപ്പിളൊക്കെ കസ്റ്റാർഡിലൊക്കെ ചേർന്ന് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആപ്പിൾ കസ്റ്റാർഡ് പുഡിംഗ് റെഡിയാണ്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത റെസിപ്പിയിലൂടെ തന്നെ കാണാം. ബൈ. താങ്ക് യു.